പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഇന്നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ലൈവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ബഹുമാനപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ തന്നെ തിരുനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വചനം ഇങ്ങനെ പറയുന്നു, കർത്താവിൽ നിങ്ങളെപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രാരംഭത്തിൽ തന്നെ ഞാൻ പറയുകയാണ്, നാം എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്നവരായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്നവരായി തീരട്ടെ. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? കർത്താവിൽ സന്തോഷമുള്ളവരായി തീരണം. ലോകമോഹങ്ങളിലല്ല, ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിലല്ല, മറ്റ് ഭൗതിക നേട്ടങ്ങളിലല്ല, നാം കർത്താവിൽ സന്തോഷിക്കുന്നവരായി തീരണം. ഇന്ന് രാത്രികാലം നാം ഒരുമിച്ച് കർത്താവിൽ സന്തോഷിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നാം ഒരുമിച്ച് കർത്താവിൽ സന്തോഷിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കൊരുമിച്ച് ഇന്ന് രാത്രികാലം കർത്താവിനെ പാടി ആരാധിക്കുവാനും കർത്താവിലുള്ള എല്ലാ മഹത്വവും കരയേറ്റുവാനും നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിൽ വചനം ശ്രവിക്കുവാനും ഒക്കെയും നാം തയ്യാറെടുക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനയും കൂട്ടായ്മകളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് കൂടി ചേർന്നിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹവും സന്തോഷവും സമാധാനവും തരുന്ന നിമിഷങ്ങളായി തീരട്ടെ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും അങ്ങനെ തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നാം ഇപ്പോൾ ഇവിടെ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും വചനം ശ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിന് ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടി തന്നെ ആയിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നാം ഇന്ന് രാത്രികാലം സന്തോഷിക്കാൻ വേണ്ടി കടന്നു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ആരെങ്കിലും ഞങ്ങളെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പിന്നെയും ഞാൻ പറയുകയാണ്, നമ്മൾ കർത്താവിൽ ഇന്ന് രാത്രി സന്തോഷിക്കാൻ വേണ്ടി കടന്നു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ നാം എന്ത് ചെയ്യുക? സന്തോഷിക്കാൻ വേണ്ടി കടന്നു പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പാട്ടുകളെ പാടി കർത്താവിൽ സന്തോഷിക്കുകയും അതോടൊപ്പം വചനങ്ങളെ കേട്ട് കർത്താവിൽ സന്തോഷിക്കുകയും ചെയ്യാമെന്ന് ദൈവനാമത്തിൽ ഞാൻ പിന്നെയും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്കിന്ന് രാത്രികാലം ഗാനങ്ങളെ ശ്രവിച്ച് കർത്താവിൽ നമ്മൾ സന്തോഷത്തെ കണ്ടെത്താം. ശേഷം വചനത്തിലൂടെ നമുക്ക് കർത്താവിൽ സന്തോഷത്തെ നമുക്ക് കണ്ടെത്താം എന്ന് പിന്നെയും ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാട്ടുകളെ പാടി കർത്താവിനെ ആരാധിക്കാം, സ്തുതിക്കാം. കർത്താവിനുള്ള മഹത്വത്തെ നമുക്ക് കരയറ്റാം. ആമേൻ. Praise the Lord. Hallelujah. Thank you, Lord. വീണ്ടും ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിച്ച കൃപകൾക്കായി ദൈവത്തിന് നന്ദി പറയാം. ആമേൻ, ആമേൻ. ദൈവം നമ്മുടെ കൂടെ. ആമേൻ. ഇമ്മാനുവേൽ, ആമേൻ, നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ബഹുമാനവും പുകഴ്ചയും കർത്താവിന്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ ജീസസ്. ഹല്ലേലൂയ. ആമേൻ. എല്ലാ സ്തുതികൾക്കും എല്ലാ ബഹുമാനത്തിനും യോഗ്യനാകുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ആമേൻ. അവൻ നമ്മുടെ രക്ഷയാകുന്ന ദൈവമാണ്. ആമേൻ. അവൻ നമ്മുടെ ഉയർച്ചയാകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മെ വഴിയിൽ വിട്ടിട്ട് പോകുന്ന ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. ആമേൻ. ആ വിശ്വാസത്തോടു കൂടി നമുക്കായിരിക്കാം. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. എന്തു ഞാൻ പകരം നൽകും നീ കരുതും കരുതലിന യേശുവേ നീയോർത്തനിയ
നീ മാനിച്ചതിനാ എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. സർവഭൂമിക്കും രാജാവും നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. ഓ സർവഭൂമിക്കും രാജാവും നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്തു ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിനാ. യേശുവേ നീയോർത്തതിനാ, എന്നെ നീ മാനിച്ചതിനാ. എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, നിന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. ഓ സർവഭൂമിക്കും രാജാവും നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ. സർവഭൂമിക്കും രാജാവും നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്തു ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിനാ. യേശുവേ നീയോർത്തതിനാ, എന്നെ നീ മാനിച്ചതിനാ.
എന്തു ഞാൻ പകരം നൽകും? നീ കരുതും കരുതലിനായി യേശുവേ നീയോർത്തതിനായി എന്നെ നീ മാനിച്ചതിനായി എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം നിന്നെ എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്തു ഞാൻ പകരം നൽകും? യേശുവേ നീയോർത്തതിനായി എന്തു ഞാൻ പകരം നൽകും? നീ കരുതും കരുതലിനായി യേശുവേ നീയോർത്തതിനായി എന്നെ നീ മാനിച്ചതിനായി എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം നിൻ ശ്രേഷ്ഠത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്തു ഞാൻ പകരം നൽകും? നീ കരുതും കരുതലിനായി യേശുവേ നീയോർത്തതിനായി ഓ എന്നെ നീ മാനിച്ചതിനായി എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം. Thank you Lord Jesus. യേശുവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ, ഹല്ലേലൂയ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ഹല്ലേലൂയ ജീസസ്. ആമേൻ. നമ്മെ കരുതുന്ന ഒരു നല്ല ദൈവം. ആമേൻ. നമ്മെ പുലർത്തുന്ന ഒരു നല്ല ദൈവം. ആമേൻ. ഹല്ലേലൂയ. മനുഷ്യർ കണ്ണു കാണാതെ കടന്നു പോകും, എന്നാൽ നമ്മെ നന്നായി അറിയുന്ന, മരുഭൂമിയുടെ നടുവിലായി പ്രതികൂലത്തിന്റെ നടുവിലായിരുന്നാലും ആമേൻ നമ്മെ നന്നായി അറിയുന്ന, നമ്മെ കൈവിട്ട് കളയാത്ത, ആമേൻ ആരൊക്കെ നമ്മെ ഉപേക്ഷിച്ചാലും നമ്മെ ഉപേക്ഷിക്കാത്ത ആമേൻ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞവർ, ഹല്ലേലൂയ, ഇന്നലകളിൽ നമ്മോട് വാക്ക് പറഞ്ഞവർ, ആമേൻ, നമ്മുടെ കൂടെ കാണണമെന്നില്ല നാളുകളിൽ. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളെ ഞാൻ നടത്താമെന്ന്, നിങ്ങളെ ഞാൻ പുലർത്താമെന്ന് വാക്ക് പറഞ്ഞൊരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ എന്നെ കരുതുന്ന ദൈവമാണ്, എന്നെ പുലർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മെ കൈവിട്ടിട്ട് പോകുന്ന ഒരു ദൈവത്തെയല്ല നാം ആരാധിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. ആമേൻ. ആമേൻ. അവൻ നമ്മെ കരുതുന്നു, നമ്മെ പുലർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഓ എന്നെ കരുതും, എന്നും പുലർത്തും, എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും.
എന്നെ കരുതും എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൽ നിഴലിൽ മറയ്ക്കും ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട് തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട് തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആമേൻ. നമ്മുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യത്തിൽ നന്ദി പറയാം. Thank you, Jesus. എന്നെ കരുതും എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൽ നിഴലിൽ മറയ്ക്കും എന്നെ കരുതും എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൽ നിഴലിൽ മറയ്ക്കും ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട് തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട് തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും ക്ഷയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട് തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനർത്ഥങ്ങൾ ഭാവിക്കയില്ല ബാധയോ എന്നെ തൊടുകയില്ല പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും അനർത്ഥങ്ങൾ ഭാവിക്കയില്ല ബാധയോ എന്നെ തൊടുകയില്ല പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും ആശ്രയി
പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും അസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കില്ല. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും അസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കില്ല. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എൻ്റെ യേശു കൂടെയുള്ളതാ ഞാൻ പേടിക്കില്ല. കാരണം അവൻ എൻ്റെ ദൈവമായിരുന്ന അവൻ എൻ്റെ വലക്കരത്തിൽ പിടിച്ചിരിക്കുന്നതിനാ. ഓ യേശു നല്ലവൻ, യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ
നല്ല ദയയോ എന്നുമുള്ളത്. ഓ നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങെപ്പോലെ വേറാരുമില്ലേ. 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 യേശുവേ നീ യോഗ്യൻ, യോഗ്യൻ. യേശുവേ നീ പരിശുദ്ധൻ. യേശുവേ നീ ഓർത്തതിനാൽ എന്നെ നീ മാനിച്ചതിനാൽ. ഓ യേശുവേ നീ ഓർത്തതിനാൽ എന്നെ നീ മാനിച്ചതിനാൽ. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ ഉന്നതനാക്കി. ഓ യേശുവേ നീ ഓർത്തതിനാൽ എന്നെ നീ മാനിച്ചതിനാൽ. എന്റെ യേശുവേ എന്നാഥനേ, നീയല്ലാതെ വേറാശ്രയം. എന്റെ യേശുവേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. എന്നെ നന്നാ അറിയുന്നോരേ, എന്നെ നന്നാ മനയുന്നോരേ, എന്നെ നന്നാ അറിയുന്നോരേ, എന്നെ നന്നാ മനയുന്നോരേ. കുറവുകൾ മായ്ക്കും എന്നുടമസ്ഥനേ, വില നൽകിയ എൻ യജമാനനേ. വിരവുകൾ മായ്ക്കും എന്നുടമസ്ഥനേ, വില നൽകിയ എൻ യജമാനനേ. എന്നാപ്പനേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നാപ്പനേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നു, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. ഓ എന്നെ നന്നായി അറിയുന്നു, എന്നെ നന്നായി പുലർത്തുന്നവനെ, എന്റെ ഹൃദയത്തിലെ വികാര വിചാരങ്ങളെ നന്നായി അറിയുന്നവനെ. ഹല്ലേലൂയ. നീ മാത്രം സ്തുതികൾ മേലധിവസിക്കുന്നു. പുകഴ്ചയ്ക്ക് യോഗ്യൻ 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 യോഗ്യൻ. ഓ ജീസസ്. ആമേൻ.
ഹല്ലേലൂയ. നമ്മെ നന്നായി അറിയുന്ന, നമ്മെ അമ്മയെ പോലെ നമ്മെ സ്നേഹിക്കുന്ന, ഒരപ്പനെ പോലെ നമ്മെ ലാളിക്കുന്ന, പുലർത്തുന്ന ആമേൻ, ആ ദൈവ സാന്നിധ്യം, ആ ദൈവത്തിന്റെ കരുതൽ നമ്മളെല്ലാവരുടെ കൂടെയും അതാത് സ്ഥലങ്ങളിൽ നാം ആയിരിക്കുന്നിടത്തുണ്ട് എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. തോളിലെന്നെ സുമന്തതു പാർത്ത ഉമ്മയപ്പാന്ന് சொல்லണം, കണ്ണീരെ തുടച്ചത് പാർത്ത ഉമ്മയമ്മാന്ന് சொல்லണം, എന്നെ എങ്കുവതും താങ്കുവതും പാർത്ത ഉമ്മയമ്മാന്ന് சொல்லണം, ഉമ്മയപ്പാന്ന് കൂപ്പിടുവേ, ഉമ്മയമ്മാന്ന് കൂപ്പിടുവേ, ഉമ്മയപ്പാന്ന് കൂപ്പിടുവേ, ഉമ്മയമ്മാന്ന് കൂപ്പിടുവേ, ഉമ്മയമ്മാന്ന് കൂപ്പിടുക ആസെ, ഉമ്മയമ്മാന്ന് കൂപ്പിടുക, ഉമ്മയമ്മാന്ന് കൂപ്പിടുക ആസെ, ഉമ്മയമ്മാന്ന് കൂപ്പിടുക. ആമേൻ. ഹല്ലേലൂയ. ഒരപ്പനെ പോലെ നമ്മെ പരിപാലിക്കുന്ന, നമ്മളെ സൂക്ഷിക്കുന്ന, ഒരമ്മയെ പോലെ നമ്മെ കഴുതുന്ന, നമ്മെ സ്നേഹിക്കുന്ന കർത്താവിന്റെ കരുതൽ ആമേൻ എത്രയോ വലുതാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഓ ജീസസ്, യേശുവേ ആരാധനയ്ക്ക് യോഗ്യനേ, ആത്മാവാകുന്ന വഴികാട്ടിയേ. ഹല്ലേലൂയ. ആമേൻ ജീസസ്. Hallelujah. Thank you, Holy Spirit. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ,
അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഓ അത്ഭുതവാൻ, അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ സ്തുതിക്കുവാനായിരം നാവ് പോരായേ. എങ്കിലും ആവോളം പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവ് പോരായേ. എങ്കിലും ആവോളം പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. 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 നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ഇല്ല. എന്തു ഭാവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭാവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ എന്നാത്മസഖി എൻ്റെ യേശുവേ
എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശയെ, നീയൊന്നു മാത്രമേ, നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭാവിച്ചെന്നാലും എന്തു സാധിച്ചെന്നാലും എല്ലാം യേശുവേ. Thank you, Lord Jesus. We love you, Jesus. We love you, Lord. We give you honor. എല്ലാ ബഹുമാനവും പുകഴ്ചയും അങ്ങേക്ക്. ഓ ആരാധന, 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 ആരാധന. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. ജീവനേ, സ്നേഹമേ, അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന. ഞങ്ങളുടെ പ്രാണപ്രിയനെ അങ്ങേക്ക് ആരാധന. ആമേൻ. ഞങ്ങളുടെ സ്നേഹമാകുന്നു ഞങ്ങളുടെ യേശുവേ, അങ്ങേക്ക് ആരാധന. ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഞങ്ങളുടെ സാന്നിധ്യമേ, ആമേൻ. Thank you, Lord. Thank you, Lord. Thank you, Jesus. We love you, Lord. We love you, praise. We love you, Holy Spirit. ആരാധന, ആരാധന, യേശുവിന് രാത്രികാലം ആരാധന. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്തു. ആമേൻ, ആമേൻ. ഇന്നും ഇന്നലെയും മാറാത്ത നല്ല ദൈവം. ഓ നിൻ സ്നേഹം മാധുര്യം അത് ആവർണ്ണനീയം. പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. ഓ നിൻ സ്നേഹം മാറും അത് ആവർണ്ണനീ. ഓ Lord Jesus. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള എല്ലാ ദൈവമക്കളും കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഇന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവനാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നല്ല രാത്രിയിൽ നിങ്ങൾ ഒരുമിച്ച് പിന്നെയും ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിക്കുന്ന എല്ലാ കൃപകൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്.
ഞങ്ങളുടെ ഈ ലൈവൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പാടുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ കർത്താവ് കൃപ തന്നു. ഇന്ന് രാത്രിയും പിന്നെയും നിങ്ങളെ ഓരോരുത്തരെയും കാണുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കിയല്ലോ. സന്തോഷം ഉള്ളവർ ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. കർത്താവിന്റെ വചനം 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദഭാഗം ഇങ്ങനെ കാണാൻ കഴിയുന്നു. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി ആ വേദഭാഗം ഇങ്ങനെ വായിക്കുകയാണ്. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. പ്രൈസ് ദി ലോർഡ്. പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം എന്ത് ആയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നാം ആരാണ്? ദൈവത്തിൻ്റെ സ്നേഹമുള്ള തലമുറകളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സ്നേഹമുള്ള തലമുറകൾ. ഇന്നത് ഈ നല്ല രാത്രിയിൽ നാം വിശ്വാസികളായിരിക്കുമ്പോൾ, നാം കർത്താവിൻ്റെ സ്ഥലയിലേക്ക് കടന്നു വരുമ്പോൾ, നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ, ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുമ്പോൾ, മറ്റൊരു പദം കൂടി, ഒരു പര്യായ പദം കൂടി അതിനകത്തുണ്ട്. നാം ആരാണ്? ദൈവത്തിൻ്റെ സ്നേഹമുള്ള തലമുറകളാണ്. പ്രൈസ് ദി ലോർഡ്. നാം വെറുതെ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യരായി തീർന്നവരല്ല, ദൈവത്തിൻ്റെ സ്നേഹമുള്ള തലമുറകളെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യത ഉള്ളവരാക്കി തീർത്തത് കർത്താവിൻ്റെ വിളിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലപ്പോഴും ചുറ്റുപാടുകളെ സ്നേഹിക്കാതെ, ചുറ്റുപാടുകളെ തിരിച്ചറിയാതെ, സഹോദര സ്നേഹം പോലും നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹം നമ്മിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോടെ വചനം പറയുക. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവം നൽകി തന്ന സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം അത് നമ്മൾ നിറഞ്ഞിരിക്കുക. ദൈവമക്കളെ, ഈ നല്ല രാത്രിയിൽ നാം ആരാണ്? സ്നേഹമുള്ള ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ തലമുറകളാണ്. അപ്പോൾ നാമും എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികളെ ബൈബിളിനകത്തുള്ളൂ, വചനത്തിനകത്തുള്ളൂ, തിരുവചനത്തിനകത്തുള്ളൂ. അതാരാണ്? ഒന്ന് കർത്താവായ യേശു ക്രിസ്തുവും, 2 അപ്പോസ്തലനായ പൗലോസും. പ്രൈസ് ദി ലോർഡ്. ആരെ അനുകരിക്കണം? കർത്താവിനെ അനുകരിക്കണം. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ, ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാമും ആരെ സ്നേഹിക്കണം? ചുറ്റുപാടുകളെ സ്നേഹിക്കണം, തലമുറകളെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം, ചാർച്ചക്കാരെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. മിക്കപ്പോഴും ദേവദാസന്മാരായിക്കോട്ടെ, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അവർ പറയുന്നൊരു ഭാഗമുണ്ട്, എന്ത് ചെയ്യരുത്? ജാതികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. ഈ ഒരൊറ്റ വാക്യം മതി സകല സ്നേഹവും അസ്തമിച്ചു പോകാൻ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചുറ്റുപാടുകളെ സ്നേഹിക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ ശത്രുക്കളെയും സ്നേഹിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 28-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുക. നിങ്ങളെ ശപിക്കുന്നവരെ എന്ത് ചെയ്യണം? അനുഗ്രഹിപ്പിൻ. നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഇത് സ്നേഹമുണ്ടെങ്കിലേ നടക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നാം പറയും, അയ്യോ പാസ്റ്ററേ, എനിക്ക് ദേവദാസ, എങ്ങനെ അവരെ സ്നേഹിക്കാൻ കഴിയും? എങ്ങനെ അവരെ കൂടെ കൂട്ടാൻ കഴിയും? നമുക്ക് പറയാൻ ഒത്തിരി കാരണങ്ങൾ, റീസൺസ് ഉണ്ട്, അല്ലേ? പക്ഷെ ഇവിടെ വചനം പറയുക, കർത്താവ് പഠിപ്പിക്കുകയാ, നിങ്ങളെ ശപിക്കുന്നവരെ നാം എന്തു ചെയ്യണം? അനുഗ്രഹിക്കണം. ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ദൈവസ്നേഹമുള്ള പൈതൽ, കർത്താവിന്റെ സ്നേഹം ഉള്ളിൽ നിറഞ്ഞ ദൈവത്തിന്റെ തലമുറകൾ, പ്രൈസ് ദി ലോർഡ്, അവരുടെ യോഗ്യത നിശ്ചയിക്കുന്നത് ഇതിൻ മുഖാന്തരമായി, ഇതിൻ പ്രകാരമായി, ഈ വചനത്തിൻ പ്രകാരമാണ്. പ്രൈസ് ദി ലോർഡ്. ആരും എന്തും ചെയ്തോട്ടെ ദൈവമക്കളെ, എന്നാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവിന്റെ സ്നേഹമുണ്ടെങ്കിൽ പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം
അനുഗ്രഹിക്കുവാൻ, ശപിക്കുവാനല്ല, അനുഗ്രഹിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ കർത്താവിന്റെ സ്നേഹം നമ്മെ അനുവദിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തിന്, നമ്മുടെ നന്മകൾക്ക് തടസ്സമായി തീരുന്നത് ഈ ചെറിയ ചെറിയ ചില വിഷയങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്കാണ്, ദൈവമക്കളായിരിക്കും നാം ഓരോരുത്തരും വലിയ വലിയ വിഷയങ്ങളിലേക്കാണ് നമ്മുടെ ചിന്തകളെ കേന്ദ്രീകരിക്കുന്നത്, നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുന്നത്. എന്നാൽ വചനം വളരെ ചെറിയ ചില വിഷയങ്ങൾക്ക് പോലും എന്ത് ചെയ്യുന്നു? മൂല്യം കൽപ്പിക്കുന്നതാണ്. ചെറിയ വിഷയങ്ങൾക്ക് പോലും. ഇന്ന് രാത്രികാലം ഞാൻ പിന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുക, ദൈവമക്കളെ, ചുറ്റുപാടുകളെ സ്നേഹിക്കുന്നവരായി തീരണം. നാം നിന്ദിക്കപ്പെടുവാൻ, നിന്നയേൽക്കുവാൻ, നാം ലജ്ജിച്ച് തല താഴ്ത്തേണ്ടതിന് പലരും പലതും ചെയ്താലും, അവരുടെ വാക്കുകൾ നമ്മെ മുറിവേൽപ്പിച്ചാലും വിഷയമില്ല, പ്രശ്നമില്ല, വിഷമമില്ല. നാം കർത്താവിന്റെ സ്നേഹം ഉള്ളിൽ നിറച്ചവരാകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നാം അങ്ങനെയുള്ളവരായി തീരണം ദൈവമക്കളെ. അങ്ങനെയുള്ളവരായി തീരുമ്പോഴാണ് കർത്താവ് പിന്നെയും നമ്മെ എന്ത് ചെയ്യുന്നേ? അനുഗ്രഹിക്കുന്നത്. പിന്നെയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന ആ വചനം പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. സ്നേഹമുള്ളവർക്ക്, പ്രത്യാശയുള്ളവർക്ക് സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ ദൈവമക്കളല്ലേ? ആകാൻ വേണ്ടി നമ്മെ വിളിച്ചിറക്കിയതല്ലേ? വേർതിരിച്ചതല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നാം ചില കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ വെറുക്കാനല്ല, പഴിക്കാനല്ല, ദുഷിക്കാനല്ല സ്വർഗം നമ്മെ വിളിച്ച് വേർതിരിച്ചത്. നമ്മുടെ കൂടപ്പിറപ്പുകളെ സ്നേഹിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. പല കുടുംബങ്ങളിലും ഇന്ന് സ്നേഹം അന്യമായിക്കൊണ്ടിരിക്കുകയാണ്, നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രികാലം സ്നേഹത്തിൽ, പരസ്പര സ്നേഹത്തിൽ നമുക്കൊന്നിച്ച് മുൻപോട്ട് ജീവിക്കാം, നമുക്ക് ഒന്നിച്ച് മുൻപോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. ഉപദ്രവിക്കുന്നവരെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. സ്നേഹമുണ്ടെങ്കിലേ നടക്കുള്ളൂ, അല്ലേ? ഗാന്ധിജി പറഞ്ഞതുപോലെ ഒരു കാരണത്തടിച്ചാൽ മറുകാരണം എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കണം. സ്നേഹിക്കണം, അവരെ സ്നേഹിക്കണം. എന്താ കാരണമെന്നറിയാമോ? നാം ഒരുവനെ ക്രിസ്തുവിലേക്ക് നേടണമെന്നുണ്ടെങ്കിൽ, ഒരുവനെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്നേഹം മുഖാന്തരമേ നടക്കുകയുള്ളൂ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിനെ അത്രയധികം അവർ ഉപദ്രവിച്ചെങ്കിലും കർത്താവ് ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ: കർത്താവേ, ദൈവമേ, യഹോവേ, എൻ്റെ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഇത്ര വലിയൊരു സ്നേഹമാ ആ കർത്താവ് നമ്മുടെ മുൻപിൽ വലിയൊരു സാക്ഷ്യമാക്കി പോയിട്ടിരിക്കുന്നത്, അല്ലേ? ഇത്ര വലിയൊരു സ്നേഹം. ആ സ്നേഹത്തെ പിൻപറ്റുന്ന ഞാനും നിങ്ങളും എന്തു ചെയ്യണം? മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി തീരണം. മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി തീരണം. പലപ്പോഴും നമ്മുടെ നന്മകൾക്ക്, നമ്മുടെ അനുഗ്രഹത്തിന് ഇതൊക്കെ തടസ്സമാണ് ദൈവമക്കളെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഊന്നൽ കൊടുക്കുന്നവരാ. വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഊന്നൽ കൊടുക്കുന്നവരാ. എന്താ വലിയ വലിയ കാര്യങ്ങൾ? അഭിഷക്തന്മാർ കടന്നു വന്ന് പറയുന്ന പ്രവചന ശബ്ദങ്ങൾക്ക്, അല്ലെ, വളരെ വലിയ ദൂതുകൾക്ക്, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നവരാ. ഇതിനൊക്കെ വേണ്ടി ഉപവസിക്കുന്നവരാ, പ്രാർത്ഥിക്കുന്നവരാ. ശരിയല്ലേ? ശരിയല്ലേ? എന്നാൽ ഇന്ന് രാത്രികാലം എത്രത്തോളം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്താലും നമ്മുടെ നന്മ താമസിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ നന്മയ്ക്ക് എവിടെയെങ്കിലും പ്രാധാന്യമുണ്ട് എങ്കിൽ, നമ്മുടെ നന്മയ്ക്ക് എവിടെയെങ്കിലും പ്രാധാന്യം കുറഞ്ഞു പോകുന്നുണ്ട് എങ്കിൽ, അത് ലഭിക്കാതെയായി തീരുന്നുണ്ട് എങ്കിൽ, ഇന്ന് രാത്രിയിൽ ഈ ചെറിയ ചെറിയ ചില കാര്യങ്ങളിൽ നാം ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നാണ് അതിൻ്റെ കാരണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് രാത്രിക്കാലം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി അങ്ങനെ ശ്രദ്ധിക്കാൻ തയ്യാറാണ് എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു പല നന്മകൾക്കും തടസ്സമായി കിടക്കുന്ന ഈ ചെറിയ ചെറിയ തടസ്സങ്ങളെ നാം എടുത്തു മാറ്റാൻ പോവുകയാണ്. പുതിയ ചില നന്മകൾ നമ്മുടെ കരങ്ങളിലേക്ക് എത്തിപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാം എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുന്നവരായി തീരണം. ശപിക്കുന്നവരല്ല, അനുഗ്രഹിക്കുന്നവരായി തീരണം. സ്നേഹം അകത്തു നിറച്ച് നാം അനുഗ്രഹിക്കുന്നവരായി തീരണം. അല്ലേ? ഒരാള് നമ്മുടെ പകൽക്കാലം വീട്ടിൽ വന്നിട്ട് ഭയങ്കര വഴക്ക, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, അനാവശ്യ വാക്കുകൾ പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവനോട് എതിർത്ത് സംസാരിക്കാനല്ല, അവനൊന്ന് പറയുമ്പോൾ തിരിച്ച് 9 പറയുന്നവരായി തീരാനല്ല. പകരം എന്തു ചെയ്യണം? യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുക. നീ പറഞ്ഞ തെറ്റിനെ, നീ പറഞ്ഞ ആ കൊള്ളരുതായ്മയെ, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടിനെ, നീ പറഞ്ഞ വാക്കുകളെ ഞാൻ ക്ഷമിക്കുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണ്. അകത്തെ റൂമിൽ കയറി മുട്ടുമടക്കി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. കർത്താവേ, അവൻ എന്താണ് ചെയ്തതെന്ന് അവന് അറിയുകയില്ല, ഞാൻ അവന് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, പലപ്പോഴും ഈ ഒരു പ്രാർത്ഥന കുറവാണ് അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്. നാം പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, പല കാര്യങ്ങളും നാം ശ്രദ്ധിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 3-ാം അധ്യായം 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെ നാം അനുഗ്രഹിക്കുന്നവരായി തീരണോ? പകരത്തിന് പകരം ചെയ്യാതെ ഇരിക്കണോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരായി തീരണമെങ്കിൽ സ്നേഹമകത്തുണ്ടായി മതിയാവുകയോ മക്കളെ. ഇതൊക്കെ നടക്കുമോ പാസ്റ്ററെ? ഇതൊക്കെ നടക്കുമോ ദേവദാസനെ? നടക്കും, ഉറപ്പായിട്ട് നടക്കും. ഇന്ന് രാത്രി അത് നടക്കുമെന്ന് കർത്താവ് നമ്മെ തെളിയിച്ചു തന്നിട്ടുണ്ട്. കർത്താവ് നമ്മെ ഉറപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ചുറ്റുപാട് താമസിക്കുന്നവർ ആരാണെന്ന് പോലും അറിയാത്തൊരു ലോകമാണ് നമ്മുടെ ലോകം. തോന്നുന്ന നിലവാരത്തിൽ തലമുറകളെ അഴിച്ചുവിടുന്നൊരു ലോകമാണ് നമ്മുടെ ലോകം. പ്രൈസ് ദി ലോർഡ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമില്ല, മാതാപിതാക്കൾ തമ്മിൽ സ്നേഹമില്ല, തലമുറകൾ തമ്മിൽ സ്നേഹമില്ല, മാതാപിതാക്കളും തലമുറകളും തമ്മിൽ സ്നേഹമില്ല. സഭയിൽ പാസ്റ്റേഴ്സ് തമ്മിൽ സ്നേഹമില്ല, സഭാവിശ്വാസികൾ തമ്മിൽ സ്നേഹമില്ല. പരസ്പരം ഐക്യതയില്ലാതെ, സ്നേഹമില്ലാതെ, പോരും പിറുപിറുപ്പുമായി മുൻപോട്ട് കടന്നു പോകുന്ന ഈ ലോകത്തിൽ ലോകത്തിലുള്ള എല്ലാവരെയും മാറ്റിമറിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ചു പേരെങ്കിലും കർത്താവിൻ്റെ വചനമനുസരിച്ച് പരസ്പരം സ്നേഹിച്ച് കർത്താവിൻ്റെ ഹിതപ്രകാരം അനേകരെ കർത്താവിലേക്ക് നേടുവാൻ ഈ ഒരു സ്നേഹം അതൊരു കാരണമായി തീരട്ടെ. കർത്താവിലുള്ള സ്നേഹം കാരണമായി തീരട്ടെ. ഇന്ന് രാത്രികാലം ഈ സ്നേഹത്തിൻ്റെ പങ്കാളികളായി തീരുവാൻ, ഈ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ പിന്നെയും അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നാം സ്നേഹിക്കുന്നവരായിരിക്കണം, സമാധാനം ഉണ്ടാക്കുന്നവരായി തീരണം. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, നാം സമാധാനം ഉണ്ടാക്കുന്നവരാണോ സമാധാനം ഇല്ലാതെയാക്കുന്നവരാണോ? നമുക്ക് ചെറിയ ചില വിഷയങ്ങൾ മതി ഭാരമുണ്ടാകാൻ, പ്രയാസമായി തീരാനല്ലേ? അല്ല, ഇന്ന് രാത്രികാലം നാം സമാധാനം ഉണ്ടാക്കുന്നവരായി തീരണം. നമ്മെ കണ്ടാൽ നാം കയറി ചെല്ലുന്ന ഇടം ഇതൊക്കെ അനുഗ്രഹം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ദൈവിക സ്നേഹവും കർത്താവിന്റെ കരുതലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ മതിയാകുകയുള്ളൂ. ദൈവസ്നേഹത്തെ നാം ഒരു ഭവനത്തിനകത്തേക്ക് കടന്നു ചെന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ, വേണ്ട ഒരു സ്തോത്രം പറഞ്ഞേ,
അവരൊന്ന് വന്ദനം ചെയ്തേ. വലിയ അത്ഭുതങ്ങൾ നടക്കും ദൈവമക്കളെ. നാം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹ പാത്രമായി തീരണം. നാം മറ്റുള്ളവരുടെ ചർച്ചാ വിഷയമായി തീരണം. മുൻപ് എങ്ങനെ ആയിരുന്നു എന്നുള്ളതിലല്ല കാര്യം. വചനം പറയുന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി. എന്താ അതിന്റെ കാരണം? ക്രിസ്തു സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ അകത്തേക്ക് നാം കടന്നു വരുമ്പോൾ, ആ സ്നേഹത്തിന്റെ അകത്തേക്ക് നാം കയറി നിൽക്കുമ്പോൾ, ഈ സ്നേഹം എന്തു ചെയ്യുകയാ? നമ്മളെ വന്ന് മൂടുകയാണ്, നമ്മളെ വന്ന് പൊതിയുകയാണ്. ഇന്ന് രാത്രികാലം ആ സ്നേഹം നിറഞ്ഞവരായി, ആ കർത്താവിന്റെ സ്നേഹം നിറഞ്ഞ് തുളുമ്പുന്നവരായി നാം തീരണം ദൈവമക്കളെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചില ഇടങ്ങളിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ ചർച്ചിനകത്ത് നാം ചർച്ചാ വിഷയമായി തീരണം. ആവശ്യമില്ലാത്ത വിഷയത്തിന് വേണ്ടിയിട്ടല്ല. ഇന്ന് പലയിടങ്ങളിലും ആവശ്യമില്ലാത്ത അനാവശ്യ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനകത്താണ് നമ്മൾ ചർച്ചാ വിഷയമാകുന്നത്. എന്നാൽ വചനം പറയുകയാണ്, നാം ചർച്ചാ വിഷയമാകേണ്ടത് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നെഗറ്റീവ് കേൾക്കാനല്ല കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചത്. ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയ നിലവാരത്തിൽ തുടരാനല്ല, പഴയ നിലവാരത്തിലേക്ക് കടന്നു പോകാനല്ല. കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചത് അവന്റെ സ്നേഹത്തിനകത്ത് നിറഞ്ഞു നിന്ന് മറ്റുള്ളവർക്ക് മാതൃകയായി തീരാനാ ദൈവമക്കളെ. നമ്മുടെ ജീവിതം ആ നിലവാരത്തിലായി തീരണം. നമ്മുടെ യാത്ര ആ നിലവാരത്തിലായി തീരണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, ഇതൊക്കെ ആ ക്രിസ്തുവിലുള്ള സ്നേഹത്തിന്റെ അകത്ത് ചാലിച്ചതാണ് എങ്കിൽ അനേകർ കർത്താവിൽ നിശ്ചയമായും ദൈവമക്കളെ കർത്താവിലേക്ക് കടന്നു വരുവാൻ നാമം ഒരു കാരണമായി തീരും. ഈ സുവിശേഷം എന്ന് പറയുന്നത് അതൊരിക്കലും ട്രാക്റ്റ് കൊടുക്കുക മാത്രമല്ല, വലിയ കവലപ്രസംഗങ്ങൾ നടത്തുക മാത്രമല്ല, കർത്താവിന്റെ സ്നേഹത്തിൽ ചാലിച്ച നമ്മുടെ ജീവിതം കൂടിയാണ് എന്ത് സുവിശേഷം എന്ന് പറയുന്നത്, സുവിശേഷീകരണം എന്ന് പറയുന്നത്. ഇന്ന് രാത്രികാലം ആ ഒരു ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ വലിയ അത്ഭുതങ്ങൾ, വലിയ അടയാളങ്ങൾ നമുക്ക് ചുറ്റുപാടും നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും ഈ സ്നേഹമില്ലായ്മ കൊണ്ട് സാക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ട അനവധി ജീവിതങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. ദൈവമക്കളെന്ന് വിളിക്കപ്പെട്ട, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ട അനവധി ജീവിതങ്ങൾ ഈ സാക്ഷ്യമില്ലാതെ നമുക്ക് ചുറ്റുപാടൊക്കെ ജീവിക്കുന്നുണ്ട്. കുറ്റമായി പറയുകയല്ല ദൈവമക്കളെ, ഈ സ്നേഹം അവരുടെ ഉള്ളിൽ നിന്ന് നഷ്ടമാകുമ്പോൾ സംഭവിക്കുന്ന ചില വിഷയങ്ങളാണ് ഇതൊക്കെ. എന്താണ് യഥാർത്ഥ കർത്താവിന്റെ സ്നേഹമെന്ന്, ക്രിസ്തുവിന്റെ സ്നേഹമെന്ന് തിരിച്ചറിയാതെ പോകുന്നതാ ഇതിനൊക്കെ കാരണമായി തീരുന്നത്. പ്രൈസലോ. ഇന്ന് രാത്രികാലം ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിയുന്ന ഞാനും നിങ്ങളും ഈ സ്നേഹത്തെ പകർന്നു കൊടുക്കാൻ തയ്യാറാകണം. പ്രൈസലോ. എനിക്കും എൻ്റെ തലമുറകൾക്കും വേണ്ടി മാത്രം, എനിക്കും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം, എനിക്കും എൻ്റെ ഭർത്താവിന് വേണ്ടി മാത്രം, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രം അല്ല, അതിനകത്ത് ഒതുങ്ങിപ്പോവുകയല്ല. കർത്താവ് പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരണം. എങ്ങനെയാ? ഈ സ്നേഹം മുഖാന്തരമാ ദൈവമക്കളെ, ഈ സ്നേഹം മുഖാന്തരമാ. നമ്മുടെ മുൻപിൽ ഒന്നും പ്രതീക്ഷിച്ച് നാം ചെയ്യരുത്. എവിടെയെങ്കിലും നാം പ്രതീക്ഷയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രതീക്ഷിച്ച് നാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ സ്നേഹമില്ലെന്നാ. കർത്താവ് നമുക്ക് വേണ്ടി ഫ്രീ ആയി നൽകി തന്നിട്ട് പോയത്, നമ്മെ ഏൽപ്പിച്ചിട്ട് പോയത്, നാം എന്ത് ചെയ്യണം? ഫ്രീ ആയി തന്നെ ചെയ്യണം, അല്ലെ? ഒരു നന്മയും പ്രതീക്ഷിക്കാതെ, ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ നാം മറ്റുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുകളെ സ്നേഹിക്കാൻ തയ്യാറാണ് എങ്കിൽ, ഇന്ന് രാത്രികാലം വലിയ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും നമ്മളിവിടെ നടന്നില്ലെങ്കിലും നമ്മുടെ സൽപ്രവൃത്തി മുഖാന്തരം,
നമ്മുടെ ഈ നല്ല സാക്ഷ്യം മുഖാന്തരം, നമ്മുടെ സ്നേഹം നിമിത്തം, ക്രിസ്തുവിലുള്ള ഈ സ്നേഹം നിമിത്തം ആരെങ്കിലും ഒരാൾ ക്രിസ്തുവിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഈ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ രക്ഷാമാർഗം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടാൻ കാരണമായി തീരും. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അതിനേക്കാൾ വലിയ നന്മ, അതിനേക്കാൾ വലിയ ലാഭം വേറെ ഏതെങ്കിലും ഉണ്ടോ ദൈവമക്കളെ? പ്രൈസ് ലോർഡ്. അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരേണ്ടതിന്, അനേകർ സഭയിൽ ആളുകളെ, വ്യക്തിജീവിതങ്ങളെ കൂട്ടേണ്ടതിന് പലവിധ മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ, പലവിധ വിഷയങ്ങളിലേക്ക് അവർ ഇറങ്ങിച്ചൊല്ലുമ്പോൾ, വചനം വളരെ ലഘുവായി, വളരെ സിമ്പിളായി പറയുകയാണ്. നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, സ്നേഹിക്കണം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഒരു വീട്ടിനകത്ത് ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നവർക്ക് പോലും തമ്മിൽ സ്നേഹമില്ല. 4-5 സഹോദരങ്ങൾ ഉള്ളിടത്ത് പലതും പല വഴികളിലാണ്. എന്നാൽ ഇയ്യോബ് നമ്മെ ചില വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇയ്യോബ് എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ തലമുറകളെ ചേർത്ത് പിടിച്ച്, തന്റെ സഹോദര കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച് ആയുഷിൽ എന്ത് ചെയ്തു? കർത്താവിന് യാഗം കഴിച്ചു പോന്നു. അവർ കൂട്ടായ്മ ആചരിച്ചു, ദൈവത്തെ ആരാധിച്ചു കടന്ന് മുൻപോട്ട് പോയി. പ്രൈസ് ലോർഡ്. നമ്മുടെ ആ ഒരു ഒത്തൊരുമ അതിനകത്ത് കാണിക്കുന്നല്ലേ. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? സമ്പൽ സമൃദ്ധി കൊണ്ട് ഇയ്യോബ് അനുഗ്രഹിക്കപ്പെടാൻ ഇടയായി തീർന്നു. പ്രൈസ് ലോർഡ്. പരീക്ഷണങ്ങൾ പിശാച് കൊണ്ടിട്ടപ്പോൾ അതിനകത്ത് ജയിക്കാൻ കാരണമായി തീർന്നു. സ്നേഹമുള്ളത് കൊണ്ടാ. പലപ്പോഴും പിശാച് പല പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് കഴിയുമ്പോൾ അതിനകത്ത് ജയിക്കാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ് ദൈവമക്കളെ. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുകയും ദൈവമക്കളെന്ന് പേര് പറയുകയും എന്നാൽ അതിനനുസൃതമായിട്ടല്ല നമ്മുടെ ജീവിതമെങ്കിൽ, നമ്മുടെ പ്രവൃത്തിയെങ്കിൽ, പിശാചിന്റെ പരീക്ഷകൾക്കകത്ത് അകപ്പെട്ടു പോകാൻ ഇതൊക്കെ ഒരു കാരണമാണ്. നമുക്ക് തോന്നി ഇതൊക്കെ ചെറിയ വിഷയമല്ലേ? അല്ല ദൈവമക്കൾ, ഇതൊക്കെയാ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെയാ. അതിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. കർത്താവ്, ഇതൊന്നും നല്ല വിഷയം, ഞാൻ നിന്നെ അറിയുന്നില്ലെന്നാ കർത്താവ് പറയുന്നേ. അറിയുന്നില്ല. ഇതൊന്നുമല്ല കർത്താവ് ആഗ്രഹിക്കുന്നേ. ഒരു മന്ത്രവാദിക്ക് അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾ മുഖാന്തരം രോഗികളെ സൗഖ്യമാക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടല്ലോ നമ്മുടെ ചുറ്റുപാടും. നാമും അവരെ പോലൊക്കെ തന്നെയാന്നേ. അവർ ചെയ്യുന്ന അതേ വിടുതലുകളല്ലേ നാമും ചെയ്യുന്നേ. അവർ ചെയ്യുന്ന അതേ അത്ഭുത പ്രവർത്തികളല്ലേ നാമും ചെയ്യുന്നേ. പക്ഷേ അവരിൽ നിന്ന് നമ്മെ വ്യത്യസ്തമാക്കുന്നത് ഈ ക്രിസ്തുവിന്റെ സ്നേഹമാണ്. പ്രൈസ് ലോർഡ്. ഈ കർത്താവിന്റെ സ്നേഹമാണ് നമ്മെ അവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. പ്രൈസ് ലോർഡ്. ആ വ്യത്യസ്തതയിൽ ജീവിക്കാൻ ആ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. മനസ്സിലായോ? പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഇവിടെ ബിലയാമിനോട് അല്ലെങ്കിൽ ബിലയാമ രാജാവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ജാതികളുടെ ഇടയിൽ എണ്ണപ്പെട്ട കൂട്ടമാണ്, പക്ഷെ അവർ വ്യത്യസ്തരാ. ദൈവം വിളിച്ചു ചേർക്കപ്പെട്ട ഒരു കൂട്ടമാവർ. അവരെ തൊടാൻ ഇന്ന് രാത്രികാലം കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ട് എങ്കിൽ നാം ആരാണ്? നാം വ്യത്യസ്തരാ. നാം സകലത്തിലും വ്യത്യസ്തരാ ദൈവമക്കളെ. ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാനല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത് അതൊന്നുമല്ല. അതിൽ നിന്നും ഞാനും നിങ്ങളും വ്യത്യസ്തരാകണം. ഈ വ്യത്യസ്തതയ്ക്കകത്ത് നിൽക്കുമ്പോഴാ നാം അനുഗ്രഹം പ്രാപിക്കുന്നത്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവ് ആ വ്യത്യസ്തത കാണിച്ചില്ലേ? അല്ലേ? കർത്താവ് വ്യത്യസ്തത കാണിച്ചു. എന്താ? തന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ, തന്നെ മോശക്കാരനാക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്തു? സ്വന്തം ശിഷ്യനായ പത്രോസ് എന്ത് ചെയ്തു? വാളെടുത്തു. പക്ഷെ കർത്താവ് പറഞ്ഞ കാര്യം എന്നാ? എന്റെ വാൾ എന്ത് ചെയ്യാ? ഉറയിലിടാനാ പറഞ്ഞു. വ്യത്യസ്തത.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിപിടി കേസുകളൊക്കെ വരുമ്പോൾ പാസ്റ്റർമാരായിക്കോട്ടെ വിശ്വാസികളായിക്കോട്ടെ അതിൻ്റെ കൂട്ടത്തിൽ കൂടി 2 എണ്ണം കൊടുക്കാനല്ല ആഗ്രഹിക്കേണ്ടത്. അവരെ പിടിച്ചു മാറ്റിയിട്ട് അവിടെ വ്യത്യസ്തത കാണിക്കണം. വ്യത്യസ്തത. ഭയങ്കര വിഷയങ്ങളും വഴക്കും തർക്കങ്ങളും നടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് അവരുടെ കൂടെ നിന്ന് 2 പറയാനല്ല, അവരിൽ നിന്ന് വ്യത്യസ്തരായി തീരണം. എവിടെയും നാം വ്യത്യസ്തരായി തീരണം ദൈവമക്കളെ. എന്നെയും നിങ്ങളെയും കണ്ടാൽ വചനം പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? ധരിക്കണം. ധരിക്കണം. നമ്മൾ ക്രിസ്തുവിന്റെ പത്രമായി തീരണം. ഇന്ന് രാത്രികാലം എന്നെയും നിങ്ങളെയും കണ്ടാൽ അവർ ദൈവത്തിന്റെ മക്കളെന്ന് സാക്ഷാൽ വചനം അങ്ങനെ പറയുന്നത്, കർത്താവ് അങ്ങനെ പറയുന്നത്. ഇവനും സാക്ഷാൽ ആരാണ്? അബ്രഹാമിന്റെ സന്തതിയാ. ഇന്ന് ഈ വീടിന് രക്ഷ, വിടുതൽ, അനുഗ്രഹം വന്നിരിക്കുന്നു. സാക്ഷാൽ സാക്ഷാലായവൻ പറയുകയാ. ഒരു സാക്ഷ്യമല്ലേ അത്? ഒരു സാക്ഷ്യമല്ലേ? ഇന്ന് രാത്രികാലം നാമും അങ്ങനെയുള്ളവരായി തീരണം ദൈവമക്കളെ. എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ആരുടെയൊക്കെയോ ഹൃദയങ്ങളിൽ തോന്നുന്നുണ്ടെങ്കിൽ, ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ തിരിച്ചറിഞ്ഞു, എനിക്ക് ഈ മാറ്റം അത്യാവശ്യമാണ്. എനിക്ക് ഈ മാറ്റം അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്കും ഈ മാറ്റം അത്യാവശ്യമാണ്. ഇന്ന് രാത്രികാലം ഈ മാറ്റത്തിനനുസരിച്ച് ജീവിക്കാൻ, ഈ മാറ്റത്തിനനുസരിച്ച് കർത്താവിലേക്കൊന്ന് അടുത്തു വരാൻ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എനിക്കൊന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവേ, എനിക്കൊന്ന് ചേഞ്ച് ആകണമെന്ന്, എനിക്കൊരു മാറ്റം വേണമെന്ന് ഒരാഗ്രഹമുണ്ട്. എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര പേർക്ക് അങ്ങനെ സമർപ്പിക്കാൻ കഴിയും? ദൈവമക്കളെ, ഞാൻ പറഞ്ഞുവല്ലോ, നമ്മൾ വ്യത്യസ്തരാകണം. നാം വ്യത്യസ്തരാകണം ദൈവമക്കളെ. ലോകത്തിന്റെ ഇഷ്ടത്തിന് പോലെ അല്ലെങ്കിൽ ലോകത്തിൽ തോന്നുന്നത് പോലെ നടക്കുന്നവരെ പോലെ ആയിത്തീരാനല്ല, അവരെ കണ്ടു പഠിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ക്രിസ്തു വന്ന തലയോളം വളരാൻ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ വലിയൊരു ഉത്തരവാദിത്തമല്ലേ? നമ്മെപ്പറ്റി കർത്താവ് അതല്ലേ ആഗ്രഹിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് ഈ രാത്രി മുതൽ നമുക്ക് വലിയൊരു ചേഞ്ച് വരുത്താം. ഇതൊക്കെ ഒരു ഹാബിറ്റാ അല്ലേ? ഹാബിറ്റ്. എന്താ ഹാബിറ്റ്? നിരന്തരമായി ചെയ്തു വരുന്ന ചില ശീലങ്ങൾ അല്ലേ? മാറ്റണം. ചില ശീലങ്ങളൊക്കെ മാറ്റണം. എല്ലാ ദിവസവും ദൈവാസനം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരാണ്. ഉഷകാലം നാം എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുന്നുണ്ട്. കിട്ടുന്ന സമയമൊക്കെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സന്ധ്യാപ്രാർത്ഥനയുണ്ട്, മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. കോട്ടേജ് മീറ്റിംഗ്, ഡെലിവറൻസ് മീറ്റിംഗ്, എന്തൊക്കെ മീറ്റിംഗ് അല്ലേ? ഉപവാസ പ്രാർത്ഥനകൾ, ഇതിനൊക്കെ ഞങ്ങൾ പങ്കുചേരുന്നുണ്ട്. പോകണം, നല്ലത് നല്ലത്. പക്ഷെ അതിനപ്പുറമായി നാം പോകുമ്പോഴും, നാം അവിടെയൊക്കെ ആയിരിക്കുമ്പോഴും, നമ്മുടെ പ്രസൻസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ദൈവ സ്നേഹത്തിൽ നാം എപ്പോഴും വ്യത്യസ്തരായി തീരണം. ഹല്ലേലൂയ. ഈ ദൈവ സ്നേഹത്തിൽ നാം വ്യത്യസ്തരായി തീരുമ്പോഴാണ് കർത്താവിൻ്റെ ആ ഒരു സംസാരം അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇടപെടൽ നാം ശരിക്കും അനുഭവിച്ചറിയുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴാണ് നാം ശരിയായ ട്രാക്കിലേക്ക് എത്തിച്ചേരുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഈ ചിന്ത പറയുമ്പോൾ ആരൊക്കെ ഈ ട്രാക്കിലാണ് അല്ലെങ്കിൽ ആരൊക്കെ ഈ ട്രാക്കിലല്ല എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തതയുണ്ടല്ലേ? അവനവനെ പറ്റി ഒരു വ്യക്തത. നാം അത്രത്തോളം നിലവാരത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ നിങ്ങൾ,
ഒന്ന് മനസ്സിലാക്കിക്കേ നിങ്ങൾ. ദൈവം അനവധി നന്മകളെയും അനുഗ്രഹങ്ങളെയും വാഗ്ദത്ത നിവർത്തീകരണങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിട്ടില്ലേ? നൽകി തന്നിട്ടില്ലേ? ശരിയായ ട്രാക്കിൽ അല്ലെങ്കിൽ പോലും ദൈവം നമ്മെ എന്ത് ചെയ്യുക? അനുഗ്രഹിക്കുക. എന്നാൽ ഈ ശരിയായ ട്രാക്കിലേക്ക് കയറുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി, കയറുമ്പോൾ എത്രയധികം നന്മ സ്വർഗം നമുക്ക് നൽകി തരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ശരിയായ നിലവാരത്തിലാണോ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്ന് ഇന്ന് രാത്രിക്കാരൊന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ. ശരിയായ ഒരു വിശ്വാസ ജീവിതമാണോ നാം നടത്തുന്നത് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. ദേശത്ത് നാം സാക്ഷികളായി തീരേണ്ടത് ക്രിസ്തുവിലുള്ള സ്നേഹം നിമിത്തമാണ്, ക്രിസ്തുവിലുള്ള സ്നേഹം മുഖാന്തരമാണ്. ഇന്ന് രാത്രികാലം കർത്താവിലുള്ള സ്നേഹത്തെ മുറുകെ പിടിക്കാൻ, കർത്താവിലുള്ള സ്നേഹത്തിന്റെ ആ ഒരു ട്രാക്കിലേക്ക് ഒന്ന് എത്തിച്ചേരാൻ നാം തയ്യാറാണ് എങ്കിൽ ഇതുവരെ പ്രാപിച്ച നന്മകളൊന്നുമല്ല, അതിനൊക്കെ അപ്പുറമായി ഒരു വലിയ പ്രതിഫലം നമുക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. അത് ഇവിടെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്ന് യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനൊരു ഭാഗം എഴുതിയുണ്ട്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് പറയുന്നു. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. നാം ഇന്നതാകുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. നാം എന്തായി തീരുമെന്ന്, നാം എങ്ങനെയുള്ളവരായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടു വന്നിട്ടില്ല. പക്ഷേ കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ട് പോയിട്ടുണ്ട് ചില വിഷയങ്ങൾ. അതിനനുസൃതമായിട്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ, അതിനനുസൃതമായിട്ടാണ് നമ്മുടെ യാത്രയെങ്കിൽ, ഇന്ന് ഈ രാത്രി ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. ഭൗതിക അനുഗ്രഹമല്ല, ഭൂമിയിലുള്ള അനുഗ്രഹമല്ല, ലോകത്തിലുള്ള നന്മകളോ അനുഗ്രഹങ്ങളോ ഒന്നുമല്ല, സ്വർഗത്തിലുള്ള ഒരു അനുഗ്രഹം, സ്വർഗീയ നന്മകൾ, സ്വർഗീയ പ്രതിഫലം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രികാലം ഈ പ്രതിഫലം വാങ്ങിക്കുവാൻ, ഈ പ്രതിഫലം നേടുവാൻ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ക്രിസ്തുവിലുള്ള സ്നേഹത്തെ മുറുകെ പിടിക്കണം. ആ സ്നേഹത്തിൽ നിറഞ്ഞവരായി തീരണം. ആ സ്നേഹത്തിന്റെ കണ്ണിലൂടെ അനവധി ആളുകളെ കാണുന്നവരായി തീരണം. എല്ലാവരും കണ്ണാടി ചെന്ന് നോക്കിയേക്കണം കേട്ടോ. എല്ലാവരും ഈ മെസ്സേജ് കഴിയുമ്പോൾ കണ്ണാടി ചെന്ന് നോക്കണം. എൻ്റെ കണ്ണിനകത്ത് കടന്നു വരുന്ന തീഷ്ണത ഏത് നിലവാരത്തിലുള്ളതാണെന്ന്. ക്രിസ്തുവിന്റെ സ്നേഹമാണോ എൻ്റെയും നിങ്ങളുടെയും കണ്ണുകളിൽ തിളങ്ങുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കൂട്ടുകാരെ കാണുമ്പോൾ, ചർച്ചക്കാരെ കാണുമ്പോൾ, ചുറ്റുപാടുകളെ കാണുമ്പോൾ, സഹോദരങ്ങളെ കാണുമ്പോൾ, പാസ്റ്റർമാരെ കാണുമ്പോൾ, വിശ്വാസികളെ കാണുമ്പോൾ കോപം കൊണ്ട് കണ്ണ് ജ്വലിക്കുന്നതാണോ? കുശുമ്പ് കൊണ്ട്? അല്ല, അല്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് ആ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നത്, നമ്മുടെ ഹൃദയത്തിനകത്ത് ആ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നത് നമ്മുടെ കണ്ണുകൾക്കകത്ത്, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ഭാവത്തിൽ, നമ്മുടെ സംസാരം, നമ്മുടെ വാക്കുകൾക്കകത്ത് വെളിപ്പെട്ടു വരണം. ഇവിടെയാണ് നാം സാക്ഷികളായി തീരുന്നത്. ചില വിശ്വാസ ജീവിതങ്ങളൊക്കെ പറയും, ഇന്ന് അവനെ കാണുമ്പോൾ, ഇന്ന് അവളെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ, എന്തോ ഒരു ഭാവവ്യത്യാസം. ക്രിസ്തുവിലുള്ള സ്നേഹമാണ് ദൈവമക്കളെ. ഇന്ന് രാത്രികാലം ഈ സ്നേഹത്തെ മുറുകെ പിടിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ വലിയ അനുഗ്രഹങ്ങൾ സ്വർഗ്ഗം നമുക്ക് നൽകി തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു പോവുകയാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന്
പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു പോവുകയാണ്. അതിനു മുൻപായി നമുക്ക് ചെറിയൊരു സന്തോഷമല്ലേ, ഇന്ന് സന്തോഷമല്ലേ, നമുക്ക് ഒരുമിച്ച് ഒരു ഗാനം കൂടി കേട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും താരും നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും താരും നീതാ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും താരും നീതാ. എന്നെ മുറ്റും താരും നീതാ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ നല്ല കർത്താവേ, നല്ല രാത്രിക്കായി നിന്നോട് സ്തോത്രം ചെയ്യുകയാണ്. ഈ രാത്രി പതിവ് പോലെ കർത്താവിന്റെ സ്ഥലത്തിലേക്ക് അടുത്തു വരുവാൻ, പാടുവാൻ, കർത്താവ് പ്രാർത്ഥനയോട് കർത്താവിന്റെ വചനം ശ്രവിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ എല്ലാ നല്ല സാവകാശത്തിനുമായി നന്ദി. പ്രത്യേക ഇന്ന് രാത്രികാലം കർത്താവെ, ഞങ്ങൾ ലൈവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗമേവരെയും അനുഗ്രഹിക്കുമാറാകണം. കർത്താവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞവരായി കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ സ്വർഗമേവരെയും ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, പലവിധമാകുന്ന വിഷയങ്ങളാൽ ഞെരുങ്ങുന്നവരുണ്ട്. കർത്താവെ, സാമ്പത്തിക വിഷയത്താൽ ഞെരുങ്ങുന്നവരുണ്ട്, തലമുറകളെ ഓർത്ത് വിലപിക്കുന്നവരുണ്ട്. കർത്താവെ, ഭാവിയെ ഓർത്ത് ഞരങ്ങുന്നവരുണ്ട്. സകല വ്യക്തിജീവിതങ്ങളെയും പൊന്നുതമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അടിയങ്ങളുടെ ഈ പ്രാർത്ഥനയും ഈ കൂട്ടായ്മയും ഒക്കെ ഞങ്ങളെ ശ്രവിക്കുന്നവർക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ഏറ്റവും നന്മയായി ഭവിപ്പാൻ സ്വർഗം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങളെ ശ്രവിക്കുന്ന പല വ്യക്തിജീവിതങ്ങളും പല ഇടങ്ങളിലാണ്, ഞങ്ങളോട് അടുത്തല്ല എങ്കിലും അതിവേഗം കർത്താവ് കടന്നു ചെല്ലുന്ന കർത്താവിന്റെ വചനം അയച്ച് രാത്രി അവർ ഭാരപ്പെടുന്ന സകല വിഷയത്തിനു മേലും സ്വർഗത്തിന്റെ അത്ഭുതകരം പ്രവർത്തിക്കുകയും വലിയ അനുഗ്രഹമായി നന്മയായി പുതിയ സാക്ഷ്യങ്ങളാക്കി സ്വർഗം അവരെ തീർക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ കർത്താവെ, ഫോൺ കോളുകളിലൂടെ, മെസ്സേജുകളിലൂടെ ഞങ്ങൾക്ക്
നന്മ ലഭിച്ചു എന്ന സാക്ഷ്യം കേൾപ്പാൻ സ്വർഗം അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനയും കൂട്ടായ്മയും ഇതൊന്നും ഒരു പ്രഹസനമായി തീരുവാനല്ല കർത്താവെ, അതിനപ്പുറമായ ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ കൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. നാളെയും കർത്താവെ ഈ ഒരു മീറ്റിംഗ്, ഈ ഒരു ലൈവ് തുടരുവാൻ സ്വർഗം ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ആവശ്യമാവുന്ന എല്ലാ നന്മകളാലും സ്വർഗം നിറയ്ക്കണം. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണം. സമ്പൂർണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് പിന്നെയും നിങ്ങൾ ഓരോരുത്തരും ഈ സ്നേഹത്തിന്റെ നിറവിൽ നിറയുവാൻ, പ്രാർത്ഥനയിൽ എപ്പോഴും ഞങ്ങളെയും ഓർക്കുവാൻ പ്രത്യേക ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.